Hey guys, welcome back to my channel. It's me Shana's Recipes. അപ്പോൾ മുട്ടയുണ്ടോ വീട്ടിൽ? എന്നാൽ നേരെ വിട്ടോ അടുക്കളയിലേക്ക്. നമുക്ക് മുട്ട ബജിയുടെ റെസിപ്പി നോക്കിയാലോ. വൈകുന്നേരത്തെ ചായക്ക് ഇത് പൊളിക്കും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇവ റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്ക് 4 മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. ഇനി നേരെ ഗ്യാസുമ്മലേക്ക് വിട്ടോ. ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നേരത്തെ മുറിച്ച് വെച്ച പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കാം. എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ. ഇനി വേറൊരു പാത്രത്തിൽ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കടലമാവും കൂടി, ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കാരം, നമ്മളെ അപ്പക്കാരില്ലേ അതും കൂടി ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അല്പം കറിവേപ്പില ചപ്പും കൂടി ചേർത്ത് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കിയെടുക്കാം. നന്ന ലൂസും ആക്കണ്ട, ടൈറ്റും ആക്കണ്ട, ഒരു മീഡിയത്തിലുള്ള ഒരു ബാറ്ററാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ പിന്നെ മറക്കണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ച ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഗരം മസാല പൗഡർ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുട്ട പകുതിയായി മുറിച്ചിട്ട് അതിൻ്റെ മഞ്ഞക്കുരു മൊത്തം നമുക്ക് ആ ഉള്ളി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ വെള്ളക്കരുവില്ലേ അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ്ങും കൂടി ഒന്ന് അമർത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളക്കരു പൊട്ടാതെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മസാല മൊത്തം അതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ്. വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ എന്താണെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണിത്. മുട്ട മാത്രം മതി. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ആ മുട്ട തന്നെ ആ ബാറ്ററിൽ മുക്കി പൊരിച്ചാൽ നമ്മളെ മുട്ട ബജി റെഡിയാകും. പക്ഷേ ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാൽ ഉഗ്രനായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഒന്നുമില്ല, ബാറ്ററിലേക്ക് മുക്കുക. നമ്മൾ കുറച്ച് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്കിട്ട് മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡിയായി. നല്ലൊരു കടുപ്പത്തിലുള്ള ഒരു പാൽച്ചായൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക്